നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന വാർത്തകൾ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു. BSF നൽകുന്ന വിവരമനുസരിച്ച് ദിവസം 100 കണക്കിന് സ്ത്രീ പുരുഷന്മാരാണ് ബംഗാളിൻ്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാണ്ഡങ്ങളും പേറി കുട്ടികളെയും കൊണ്ട് നിരനിരയായിട്ട് ആൾക്കാർ പോകുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നാണ് BSF പറയുന്നത്. മുമ്പ് ഇത് വിരലിലെണ്ണാവുന്നവർ, 2 അക്കം പോലും, അതായത് 10-ന് താഴെ ആൾക്കാർ മാത്രം ഇത്തരത്തിൽ അതിർത്തി കടന്നുകൊണ്ടിരുന്നു. ഈ മുർഷിദാബാദ്, മാൾഡ തുടങ്ങിയ ജില്ലകളിൽ പറയുന്നത് പോലെ അതിർത്തി വേലികളൊന്നുമില്ല, വളരെ തുറന്നു കിടക്കുകയാണ്. ചെക്ക് പോസ്റ്റ് ഇതുപോലെ വളരെ കർക്കശമായ നിരീക്ഷണമോ അല്ലെങ്കിൽ പരിശോധനയോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പതിവാണ്. ഇപ്പോൾ ഇതാ നേരത്തെ 10 പേരിൽ താഴെയാണ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ എണ്ണം 3 അക്കം കടന്നിരിക്കുകയാണ്. അതായത് 100-ലധികം പേർ ആണ് ദിവസവും മടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അത് 4-ലധികം ആകുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ BSF. എന്തായാലും നോർത്ത് 24 പർഗാനാസ്, മുർഷിദാബാദ്, മാൾഡ ജില്ലകളിൽ വേലി കെട്ടിത്തിരിക്കാത്ത അതിർത്തി പ്രദേശങ്ങളിലൂടെ ദിവസവും 100 കണക്കിന് ആൾക്കാർ മടങ്ങുന്നതായിട്ട് BSF സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 വർഷത്തെ കണക്കെടുത്താൽ ഈ SIR ആരംഭിച്ച ശേഷമാണ് ഇത്തരത്തിൽ ആൾക്കാർ മടങ്ങുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, ബംഗാളിൽ അതിതീവ്ര വോട്ടർ പരിഷ്കരണ നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. അവിടെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുപ്രീം കോടതിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു SIR രാജ്യം മുഴുവനും നടപ്പാക്കണം എന്ന്. ഈ SIR നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ബംഗാളിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക്, ദക്ഷിണ ഭാരതത്തിലേക്ക് വലിയ തോതിൽ ആൾക്കാർ വരുന്നതായിട്ട് വിവരം കിട്ടി. തീവണ്ടികളിലും അതുപോലെ തന്നെ ബസ്സുകളിലും മറ്റുമൊക്കെയായിട്ട് ആൾക്കാർ വരുന്നു എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിരുന്നു. ഈ ബംഗ്ലാദേശികൾ, നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും വൻതോതിൽ ദക്ഷിണ ഭാരതത്തിലെ 4 സംസ്ഥാനങ്ങളിലേക്ക്, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ, കർണാടകയിൽ എല്ലായിടത്തുമല്ല, ബാംഗ്ലൂരിൽ അവർ തൊഴിൽ തേടി വരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, SIRൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്. SIR നടപ്പാക്കിയത് മാത്രമാണോ ഇത്തരത്തിൽ ഇവരെ തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നതും, അതുപോലെ ബംഗാളിൽ നിന്ന് എങ്ങനെയെങ്കിലും ദക്ഷിണ ഭാരതത്തിലേക്ക് വന്ന് ഇവിടുത്തെ സംസ്ഥാനങ്ങളിൽ കടന്നുകൂടാൻ അല്ലെങ്കിൽ ഇവിടെ ഒളിക്കാൻ ഒക്കെ അവർ ശ്രമിക്കുന്നത് കേവലം SIR നടപ്പാക്കാൻ തുടങ്ങിയത് മുതൽക്കാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതിന് 2025 മാർച്ച് മാസത്തിൽ പാർലമെൻറ്റിൽ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കി. അത് എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 എന്നുള്ളതാണ്. അതനുസരിച്ച് ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് മതിയായ രേഖകളില്ലാതെ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർ പിടിയിലായാൽ അവർക്ക് 5 വർഷത്തെ കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും അടയ്ക്കേണ്ടി വരും. പിഴ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ തടവിൻ്റെ കാലാവധി വീണ്ടും കൂടും. അതുപോലെ തന്നെ വ്യാജരേഖകളുമായിട്ട് ആരെങ്കിലും പിടിയിലായാൽ, അതായത് ബംഗ്ലാദേശിയാണ്, അല്ലെങ്കിൽ ബർമാക്കാരനാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻകാരനാണ്, ഇനി ഏത് രാജ്യമൊക്കെ, ശ്രീലങ്കക്കാരനാകട്ടെ, മാലിക്കാരനാകട്ടെ, ആരുമാകട്ടെ, അവിടെ നിന്നുള്ള വ്യാജരേഖകളുമായിട്ട്, അതായത് വ്യാജ പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് പിടിയിലായാൽ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും, ജയിലിലാകും എന്ന് ഉറപ്പാണ്. ഇത് 2025 സെപ്റ്റംബർ 1 തൊട്ട് ഇന്ത്യ നടപ്പാക്കി. അതായത് നമ്മൾ മനസ്സിലാക്കണം, 2025 മാർച്ച് മാസത്തിൽ പാർലമെൻറ്റിൽ പാസ്സായ നിയമം 2025 സെപ്റ്റംബർ 1 തന്നെ നടപ്പാക്കി തുടങ്ങി. SIRനേക്കാൾ മാരകമായ ഈ വകുപ്പ് ഇവിടെ നുഴഞ്ഞു കയറിയ ആൾക്കാർക്ക്, ഇവിടെ വ്യാജരേഖകളുമായി തങ്ങുന്നവർക്ക് വലിയ വെല്ലുവിളിയായി മാറി. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇവർ കൂട്ടത്തോടെ, അതുമാത്രമല്ല ബംഗാളിൽ ഇവർക്ക് വ്യാജരേഖകൾ ശരിയാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്.
ആ ഏജന്റുമാരുടെ സഹായത്തോടു കൂടിയാണ് ഇവർ വ്യാജരേഖകളുമായിട്ട് പല സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നത്. അത് ഗുജറാത്തിലേക്കുണ്ട്, അത് UP-യിലേക്കും ബീഹാറിലേക്കും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹരിയാന, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്, ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ ഇവർ വ്യാപകമായിട്ട് കുടിയേറുന്നുണ്ട് വ്യാജരേഖകളുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. ഇത് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. കേവലം SIR മാത്രമായിരുന്നെങ്കിൽ, SIR കൂടെ വന്നപ്പോൾ ഈ അതിവേഗത്തിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിച്ചു. മറ്റത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പരിമിതമാണ്. അവരുടെ കൈവശമുള്ള ഈ പറഞ്ഞതുപോലെ എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏജൻസികളുടെ ഒക്കെ സഹായത്തോടു കൂടി വേണം ഈ അനധികൃതമായിട്ട് ഇന്ത്യയിൽ കഴിയുന്നവരെ കണ്ടെത്തേണ്ടത്. പക്ഷേ SIR നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ ഇത് വളരെ അതിവേഗത്തിൽ ദ്രുതഗതിയിൽ ഇവരെ കണ്ടെത്താൻ ആരംഭിച്ചു. കാരണം ഒരു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെയും റവന്യൂ ജീവനക്കാരെയും അതുപോലെ അധ്യാപകരെയുമാണ് നിയോഗിക്കുന്നത് വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ശേഖരിക്കാൻ. അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ച് അവർ അത് അവരുടെ കൈവശമുള്ള ഡാറ്റയുമായിട്ട് ഒത്തുനോക്കി ഒക്കെ അത് പരിശോധിച്ച് നിർണ്ണയിക്കും. അങ്ങനെ നിർണ്ണയിക്കുമ്പോഴാണ് ഇത്തരക്കാരെ, അതായത് നുഴഞ്ഞു കയറി വ്യാജരേഖകളുമായിട്ട് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയവരെ കണ്ടെത്താൻ കഴിയുന്നത്. അങ്ങനെ കണ്ടെത്തുമ്പോൾ അവർക്കറിയാം അത് വലിയ പ്രശ്നമാണ്. കേവലം SIR മാത്രം കൊണ്ട് ഇവരെ കോളറി തൂക്കി ബംഗ്ലാദേശിലേക്ക് അതിർത്തി കടത്തി വിടും എന്നല്ല, മറിച്ച് ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 പ്രയോഗിക്കും. അത് നമുക്ക് ജയിലിൽ കിടക്കേണ്ടി വരും, ജയിലറകൾ നിറയും. അന്ന് ഭയന്നിട്ട് ഇത്തരക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ കൂട്ടം കൂട്ടമായിട്ട് അതിർത്തി കടന്ന് മടങ്ങുന്നത്. അവരെ തൽക്കാലം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അവർ ചോദിക്കുമ്പോൾ ഇവരെ നമ്മുടെ അതിർത്തിയിലെ, അതായത് ചെക്ക് പോസ്റ്റുകളിൽ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ചെക്ക് പോസ്റ്റുകളിൽ BSF ഉണ്ട്, സൈന്യമുണ്ട്, നമുക്ക് പല സംവിധാനങ്ങളുണ്ട്. അവർക്ക് ഇവരെ ചോദ്യം ചെയ്തിട്ടേ വിട്ടയക്കാൻ പറ്റുന്നുള്ളൂ. ഇത് വലിയ സമ്മർദ്ദമാണ്. കാരണം നൂറുകണക്കിന് ആൾക്കാരാണ് വരുന്നത്. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, നേരത്തെ 10-ന് താഴെ ആൾക്കാർ വന്നിരുന്നെങ്കിൽ തൊഴിൽ തേടി വരുന്നവരാണ് പലരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നേരത്തെ ഇന്ത്യയും ബംഗ്ലാദേശും ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ ബംഗ്ലാദേശികൾ ധാരാളം തൊഴിൽ തേടി ബംഗാളിലേക്കും മറ്റും വരാറുണ്ട്. കാരണം ബംഗ്ലാദേശിൽ കൊടിയ ദാരിദ്ര്യമാണ്. അത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർ കണ്ണടച്ചിരുന്നു. അത് എത്രയോ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും BJP ഭരിച്ചിരുന്നപ്പോഴും ഒക്കെ അവർ കണ്ണടച്ചിരുന്നു. അന്നൊന്നും അവർ നിയമം കർക്കശമാക്കിയിരുന്നില്ല, മാനുഷിക പരിഗണന നൽകിയിരുന്നു. ഇന്ന് അത് നമുക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആ മാനുഷിക പരിഗണന ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ നിലപാടിനെ ചൂഷണം ചെയ്തുകൊണ്ട് ധാരാളം വിഘടനവാദികൾ, വിധ്വംസക പ്രവർത്തകർ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുകയും അവരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമർത്ഥമായി തങ്ങളുടെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്താൻ SIR-നും ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 ആ നിയമത്തിനും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആൾക്കാർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നതിന് ഒരു പ്രധാന തെളിവ് കൂടി നമുക്ക് പറയാനുണ്ട്. കൊൽക്കത്തയിലെ വളരെ പ്രസിദ്ധമായ ഒരു കോളനിയുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ കുടിലുകളും പ്ലാസ്റ്റിക് മേൽക്കൂര, ടാർപോളിൻ, അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ഇതൊക്കെ വലിച്ചു കെട്ടിയ മേൽക്കൂരയും ഒക്കെ ആയിട്ട് ആൾക്കാർ, കൂലിപ്പണിക്കാർ താമസിക്കുന്ന ഒരു കോളനിയുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ താമസിക്കുന്നു എന്നാണ് വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് മനസ്സിലാകുന്നത്. അത് കൊൽക്കത്തയിലെ ഗുൽബർഗ് കോളനിയാണ്. പക്ഷേ ആ കോളനിയിൽ SIR-ന് ചെന്ന ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. 2000 പേർ തികച്ച് ആ കോളനിയിൽ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം ആ കോളനി വിട്ടുപോയിരുന്നു. കഴിഞ്ഞ ദിവസം, 2 ദിവസം മുമ്പ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് വളരെ കൃത്യമായിട്ട് ബംഗാളിൽ SIR നടപ്പാകുന്നു. ബംഗാളിൽ നിന്ന് നുഴഞ്ഞു കയറിയ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും ബംഗാൾ വിടുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ നൂറുകണക്കിന് ആൾക്കാർ, അതിപ്പം ഈ 3 അക്കം കടന്ന് 4 അക്കം, അതായത് ഒരു ദിവസം 1000-ലധികം ആൾക്കാർ അതിർത്തി കടന്ന് മടങ്ങാൻ ഉള്ള ഒരു സവിശേഷമായ സാഹചര്യത്തിലേക്ക് മാറുകയാണെങ്കിൽ
അത് വലിയ വെല്ലുവിളിയായി മാറും. നിലവിലെ BSFനും സൈന്യത്തിനും നമ്മുടെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കും ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് അത് മാറും എന്നാണ് അവർ ഇപ്പോൾ തന്നെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കാരണം ഇത്രയും ആൾക്കാരെ ചോദ്യം ചെയ്ത് അവരെ ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ട് വേണം അവരെ ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് കടത്തി വിടാൻ. അല്ലാതെ വെറുതെ അങ്ങ് കടത്തിവിടാൻ സാധിക്കില്ല. അതിനൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, രാജ്യാന്തര നിയമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ച് ആ വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചു വേണം ഇവരെ അയക്കാൻ. എന്തായാലും ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ അതിർത്തി, അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കടന്നു പോകുന്ന ആൾക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇനി പറയൂ, SIRന് പ്രസക്തിയുണ്ടോ ഇല്ലയോ? ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്തിനാണ് SIRനെതിരെ കോടതിയിൽ പോയത്, സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നിപ്പോൾ വ്യക്തമാണ്. ഇവരുടെ ഈ നാമമാത്രമായ സീറ്റുകളെങ്കിലും ഈ കോൺഗ്രസ്സിന് പല സ്ഥലത്തും കിട്ടുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതിൽ നിന്ന് വ്യക്തമാണ് എന്ന് BJP ആരോപിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. എന്തിനാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനെതിരെ ഈ രാഷ്ട്രീയ കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്? ഇവിടെ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് മുട്ടടയിൽ മത്സരിക്കാൻ നിന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അവർ കോടതിയെ സമീപിക്കുകയും തൻ്റെ വോട്ടവകാശവും ആ വോട്ടർ പട്ടികയിലെ തൻ്റെ സ്ഥാനവും അവർ നേടുകയും തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ആർക്കെങ്കിലും എതിരെ മനഃപൂർവ്വം ആരെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അത് തടയാൻ കഴിയുമെന്നും അത് തടയാൻ കഴിയുന്ന നിയമം നമ്മുടെ രാജ്യത്തുണ്ടെന്നും അതിന് പരാതികളുമായിട്ട് പോയാൽ തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകുമെന്നും ആ ഒരു സംഭവം വ്യക്തമാക്കുന്നു. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും SIRനെതിരെ ചന്ദ്രഹാസം എടുക്കുന്നത്? എന്തിനാണ് ഇവർ മിനിറ്റിന് ലക്ഷങ്ങൾ വിലയിടുന്ന വക്കീലന്മാരെ ഉപയോഗിച്ച്, അഭിഭാഷകരെ ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുന്നത്, ബിനാമികളെ വെച്ച് ഹർജി കൊടുക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിന് കൃത്യമായ ഉത്തരം പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായേ മതിയാവുള്ളൂ. SIR വളരെ കൃത്യമായിട്ട് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ SIRൻ്റെ വിശേഷങ്ങൾ ധാരാളം പറയാനുണ്ട്. സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് പോകുന്നില്ല, പിന്നാലെ അതിലേക്ക് വരാം.